In 27 August 2024, some new members joined in our group. We welcomed 2 members from Shanti Bhavan Palliative Care, Uragam. Our certified facilitator was Krishnakumar KK, a retired chemical engineer. Morning session, he was the participant leader to participate in the discussion of the 3 axioms of Ruth Kohn. Through the program, കൊടുത്തും സ്വീകരിച്ചും ഇവിടെ ടച്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ ടച്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ കൈ അടിക്കുക. ഈ കുളങ്ങിയടിക്കുക. കുളങ്ങിയടിച്ചിട്ട് അനുസരിച്ച് കട്ടത്തിൻ്റെ ഇവിടെ അടിക്കുക. ഈ കട്ടത്തിൻ്റെ ഇവിടെ അടിക്കുക. ഈ കൈൻ്റെ ഇവിടെ അടിക്കുക. ഈ കൈൻ്റെ ഇവിടെ അടിക്കുക. എന്നിട്ട് നമ്മുടെ ഇങ്ങനെ ഓടിക്കുക. അങ്ങനെ നമ്മളൊന്ന് ശ്വാസപ്പെട്ടിരുന്ന് അതിന് നമ്മുടെ മുഖമൊക്കെ ശരീരമൊക്കെ നോക്കുന്നു, ഓരോന്ന് ഉത്സാഹം. after lunch, we have discussed about 10 myths that we have to smash and throw away from our life. It was very interesting. Each one of us said our own opinion about that myth. First myth, aging is very bad stage in our life. We have to spend our time by taking rest. നമ്മളെ കൊണ്ട് കഴിയുമെന്നുള്ള ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ ഇൻട്രാക്ഷൻ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കോഴ്സുകൾ പഠിക്കുന്നു, ശില്പശാലയിൽ പങ്കെടുക്കുന്നു, ശില്പങ്ങൾ ഉണ്ടാക്കുന്നു, ശില്പിയാവുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യുവാനായിട്ട് കഴിയുമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. വാർദ്ധക്യം ഒരിക്കലും ഒരു മുടിഞ്ഞ കൂത്തല്ല, അത് അനുഭവിച്ച് നമ്മൾക്ക് അറിഞ്ഞ് സന്തോഷം പങ്കുവെച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ളതാണ്. Another one, we have to live in solitude. Next, we cannot do anything new. Next, young ones do not like us. Next, I am living for my children. അനുഭവങ്ങളിൽ നമ്മൾ പഠിച്ചു വന്നു. ഈ പാഠം നമ്മൾ പ്രാവർത്തികമാക്കാനുള്ള ഒരു അവസരമാണ് ഈ സമയം. ഇത് ഞാൻ വാർദ്ധക്യെന്ന് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നു. വളരുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വാർദ്ധക്യത്തിലേക്ക് നക്ഷത്ര കൂട്ടായ്മയുടെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ശോഭന വേണുഗോപാൽ പുതിയൊരു കവിത എഴുതിക്കൊണ്ട് ഇതാ കടന്നു വരികയാണ്. ആ കവിത ആലപിക്കുവാനായിട്ട് പ്രിയ ശോഭന വേണുഗോപാലിനെ ക്ഷണിക്കുന്നു. മേഴ്സി ടീച്ചറിനോടൊപ്പം, അതുപോലെ തന്നെ അച്ചാമ്മ ജോണിയോടൊപ്പം, റീതാപ്പൂളിനോടൊപ്പം, ജയലക്ഷ്മിയോടൊപ്പം, ജോസ്ബിയേട്ടനോടൊപ്പം, ജസ്റ്റിസ് മേരിയോടൊപ്പം, ടീച്ചറിനോടൊപ്പം, ഷീബയോടൊപ്പം ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കുത്താട്ടോളത്തുനിന്നും വർഗീസ് കുട്ടി കുറ്റിച്ചിറ. ഇനി നമ്മുടെ ശോഭന വേണുഗോപാലിൻ്റെ ഗാനം നമുക്ക് കേൾക്കാം. വൃത്തിയേറെയുള്ളവർ, വിജ്ഞാനവും തിരിച്ചറിവുമുള്ളവർ, ഇന്നലകളിലെ ത്യാഗശാലികൾ, മക്കൾക്കായി തൻ ജീവിതം കൊടുത്തവർ, ഇന്നലകളിൽ താൻ നഷ്ടപ്പെടുത്തിയ സന്തോഷങ്ങളും ആഘോഷങ്ങളും ഇന്നു നമുക്ക് വീണ്ടെടുത്ത് നിറഞ്ഞ ഹൃദയത്തോടനുഭവിക്കാം. ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം സൗന്ദര്യവും സംരക്ഷിക്കണം. മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം ജീവിതം ആനന്ദമാക്കിയിടണം. അന്നു നമ്മൾ കാണാതെ പോയ സ്വപ്നങ്ങൾ ഇന്നാനന്ദത്തോടെ കാണണം. അവയെല്ലാം യാഥാർത്ഥ്യമാക്കാം, കൂട്ടരോടൊത്തുല്ലസിക്കാം.
അന്നു നമ്മൾ ആഗ്രഹിച്ച യാത്രകൾ കൂട്ടരോടൊത്തുല്ലാസത്തോടെ നടത്താം. ആഹാരത്തിൽ പോഷകങ്ങൾ നിറയ്ക്കണം, ആരോഗ്യം സംരക്ഷിക്കുവാനാകണം. Next, I am useless. Next, I cannot learn anything. അല്ല, എനിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. എന്തിനു കൊള്ളാം എന്നത് ഇതൊന്നിനും കൊള്ളാത്ത പോലെയല്ല ഞാൻ മനസ്സിലാക്കി. പലതിനും കൊള്ളാം, പലതും ചെയ്യാനുണ്ട്, ചെയ്ത് തീർക്കാനുണ്ട്. ചില കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മക്കളെയും കുടുംബവും ഇത്ര നാളും ശുശ്രൂഷിച്ചു, സ്നേഹിച്ചു, അവർക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടു. ഇപ്പം നമുക്കൊരു റെസ്റ്റ് കിട്ടി. ഈ സമയത്താണ് ഇനിയും പൊതു സമൂഹത്തിനും നമുക്കും നമ്മുടെ കുടുംബത്തിനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇനിയും കുറേ കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. Next myth, I am detached from everything. പ്രത്യേകിച്ച് ആഭിമുഖ്യമില്ല, എല്ലാത്തിനോടും വിരക്തിയാണ്. എങ്ങനെയെങ്കിലും ശിഷ്ടകാലം തള്ളിവിടണം. അങ്ങനെ ഒരു ചിന്ത ചില സമയത്തൊക്കെ വരും. എങ്ങനെയെങ്കിലും തള്ളിവിടണം എന്നല്ലേ? എങ്ങനെയും തള്ളിവിടണം. പക്ഷെ ഇവിടെ വന്നിങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ആ ചിന്ത ഇങ്ങനെ മാറി മാറി വരുന്നു കുറേശ്ശെ. അതാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നതിന് നമുക്കൊരു. നെക്സ്റ്റ് മിത്ത്, വർക്ക് ഈസ് ഫോർ യങ്സ്റ്റേഴ്സ് നോട്ട് ഫോർ അസ്. ചെറുപ്പക്കാർക്ക് ഉള്ളതല്ലേ? ചെറുപ്പക്കാർക്കുള്ളതല്ല, നമ്മളിപ്പോഴും ചെറുപ്പം തന്നെയാണ്. നമ്മളെ കൊണ്ടും എല്ലാം ചെയ്യുന്നതിനായിട്ട് കഴിയണം. അതായത് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നതോ മറ്റുള്ളവർക്ക് സേവനവുമായിട്ട് തീരുന്നതിനായിട്ടാണ് ഇപ്പോൾ നമ്മളിനി പരിശ്രമിക്കുന്നത്. സന്നദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് കുറച്ച് പേരെയൊക്കെ ബോധവൽക്കരിക്കാനായിട്ട് കഴിയും. നമ്മൾ മാത്രമല്ല എല്ലാവരും അങ്ങനെ. സ്ത്രീയുടെ ഭാഗം അതെ അതങ്ങനെയാണ്, സമൂഹം അങ്ങനെയാണ്. നമ്മളാരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തുകൊണ്ട് നോക്കിക്കൂടാന്ന് തോന്നും നമുക്ക്. പക്ഷേ അത് വേണമെങ്കിൽ ഒരു അഭിനയം വേണമെങ്കിൽ കാഴ്ചവെക്കാം, അത് അത്രേ ഉള്ളൂ. ഒറിജിനലായിട്ട് നടക്കാം. നെക്സ്റ്റ് മിത്ത്, ഐ വിൽ ടേക്ക് റെസ്റ്റ് ആൻഡ് മൈ ചിൽഡ്രൻ ഷുഡ് ലുക്ക് ആഫ്റ്റർ മീ. വിശ്രമിക്കട്ടെ, മക്കളുടെ പരിരക്ഷ അനുഭവിക്കട്ടെ. അങ്ങനെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അത് നമ്മളുടെ ഒരു കർത്തവ്യം. മക്കളെ എത്ര നാളും വലുതാക്കി ഇനി നമ്മൾ നമ്മളുടെ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. ഒരിക്കലും അവരുടെ തണലിൽ നമ്മൾ വിശ്രമിക്കാമെന്ന് നമ്മൾ കരുതാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് അവർക്ക് സന്തോഷമാവുള്ളൂ. അത് അവരുടെ സ്നേഹിക്കില്ലെന്നല്ല, അവരുടെ പരിരക്ഷയിൽ നമ്മൾ കരുതുന്നത്. നമ്മൾ സ്വന്തമായിട്ട് തന്നെ പ്രവർത്തിക്കാനായിട്ടും ശ്രമിക്കുക. വിശ്രമമില്ലാത്ത ഒരു നാളുകൾ നമ്മൾ നടന്നു പോകും. വിശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്.